ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിൽ ഒരു വഴിയും കാണാത്തതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് ആളുകളുടെ വാർത്തകൾ നമ്മൾ നിരന്തരം കാണാറുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവം വഴി പറഞ്ഞു തരുന്ന ദൈവമാണ്, വഴി തെളിച്ചു തരുന്ന ദൈവമാണ്, വഴിയില്ലാത്ത ഇടത്ത് വഴി ഒരുക്കി തരുന്ന ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പിന്നിലെ ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിങ്കലേക്ക് കൃത്യമായ വഴികളിലൂടെ എത്താനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഉറപ്പായും ഒരു വഴിയല്ല, ഒരുപാട് വഴികൾ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. പല സമയങ്ങളിലും പലർക്കും വഴി വെളിപ്പെട്ട് കിട്ടാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ശരിയായ നിലയിൽ ദൈവത്തിങ്കലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടോ എവിടെയൊക്കെയോ വഴിമാറി യാത്ര ചെയ്യുന്നത് കൊണ്ടോ ആണ്. 1 ശമൂവേൽ 9-ാം അധ്യായത്തിൽ വഴിയില്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ പിന്നീട് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം അതാരാണെന്നുള്ളത്. അദ്ദേഹം പല സ്ഥലങ്ങളിലും അലഞ്ഞ് നടന്നു. അന്നേരം ഒന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചുവടുകൾ വെക്കണമെന്നോ ഒന്നും അറിയാതെ ഭാരപ്പെട്ടിരുന്നപ്പോൾ ഒരു ജോലിക്കാരനാണ് തന്നെ പ്രവാചകൻ്റെ അരികിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ദൈവ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് അവരാ സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് കേവലം വഴി കിട്ടുക മാത്രമല്ല, അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാക്കി ദൈവം മാറ്റി എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നീട് തൻ്റെ ഹൃദയത്തെ ദൈവം മാറ്റുന്നു, പരിശുദ്ധാത്മാവിനെ തൻ്റെ മേൽ കൊടുത്ത് തൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റുകയാണ്. അപ്പം ശരിക്കും നമ്മുടെ ഹൃദയം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പൂർണ്ണമായ നിറവിലേക്കും അനുഭവത്തിലേക്കും നമ്മൾ എത്തി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ കംപ്ലീറ്റ്ലി മാറണമെങ്കിൽ നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവപാതയിലേക്ക് നമ്മൾ എത്തുകയും ദൈവത്തിങ്കിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യണം. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെയാണ് കാണുന്നത്, പക്ഷേ പ്രശ്നങ്ങളുടെ അപ്പുറത്ത് ദൈവത്തിന് ഒരു ഹിതമുണ്ട്. ഞാൻ എല്ലാ വീഡിയോകളിലും എൻ്റെ സാക്ഷ്യം തന്നെ പറയുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എങ്കിലും ഞാൻ ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. നമുക്ക് നമ്മുടെ കാര്യമല്ലാതെ മറ്റാരുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ഞങ്ങൾ. ഒരു വഴിയും മുമ്പിലില്ലാതെ ഇരിക്കുമ്പോൾ യഥാർത്ഥമായി ദൈവത്തെ കണ്ടെത്തിയത് കൊണ്ടാണ് ഇന്ന് സമാധാനം അനുഭവിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ അറിയണമെന്നും ദൈവവേലയിലാകണമെന്നും ഒക്കെ ആയിരുന്നു ദൈവത്തിൻ്റെ ഹിതം. ഞാനിന്നിവിടെ ആയിരിക്കുന്ന, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ ഒരു പ്രധാനപ്പെട്ട കുടുംബം ഗൾഫിൽ വെച്ച് വലിയ പ്രതിസന്ധികൾ നേരിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു കുടുംബമാണ്. അവരും ഈ ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് അവർ തിരിച്ചറിഞ്ഞപ്പോൾ, അവർ ദൈവവേലയ്ക്ക് വേണ്ടിയൊക്കെ സമർപ്പിച്ചപ്പോൾ പിന്നീട് സംഭവിച്ചത് ആ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റി അനേകർക്ക് പ്രയോജനകരമാക്കി അവരെയും തീർത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൻ്റെ അകത്ത് നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മൾ കണ്ടെത്തുക, ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ദൈവത്തിൻ്റെ കൈകളിൽ വഴികളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള മാർഗങ്ങൾ ഉണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് എന്നുള്ള കാര്യം വളരെ വേഗത്തിൽ ഈ ദൈവവചന ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം, അവിടെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗല് ആ രാജസ്ഥാനത്തേക്ക് എത്താനായിട്ടുള്ള കാരണം തൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ചില നഷ്ടങ്ങളായിരുന്നു. 9-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, കീശ് എന്ന് പറയുന്ന തൻ്റെ പിതാവ്, ബെന്യാമീൻ ഗോത്രത്തിലെ കീശിൻ്റെ മകനാണ് ശൗലെന്ന് എഴുതിയിരിക്കുകയാണ്, അപ്പൻ്റെ കഴുതകളെ കാണാതെ പോയ കഴുതകളെ കണ്ടു കിട്ടാഞ്ഞതുകൊണ്ട് ഈ മകനായ ശൗലിനെ കഴുതകളെ അന്വേഷിക്കുവാനായിട്ട് ഒരു ഭൃത്യനോടുകൂടി പറഞ്ഞു വിടുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഈ കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ ഒരു യാത്രയെന്ന് പറയുന്നത് ചെറിയൊരു യാത്രയല്ല. നമുക്കതൊരു ചെറിയ യാത്രയായിട്ട് തോന്നും, പക്ഷേ 2-3 ദിവസങ്ങൾ നീളുന്ന ദീർഘമായ യാത്രകൾ, കിലോമീറ്ററുകൾ അവർ സഞ്ചരിച്ചിട്ടുണ്ടാകും. ഒരുപാട് പട്ടണങ്ങൾ, സ്ഥലങ്ങൾ അവർ മാറി മാറി സഞ്ചരിച്ചു. എന്തിനാ? ഈ കഴുതയെ കിട്ടാനായിട്ടുള്ള
ഒരു അന്വേഷണത്തിലാണ്. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചു കൊണ്ടുള്ള ഈ യാത്രയാണ്. അപ്പം ഈ ഒരു യാത്രയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ശാലീം ദേശത്തും ശാലീശ ദേശത്തും ബെന്യാമീൻ ദേശത്തും എഫ്രയീം മലനാട്ടിലും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ കൃത്യമായി അവിടെ എഴുതിയിരിക്കുകയാണ്. എന്തിനാണ് ഈ സ്ഥലങ്ങളെല്ലാം കൃത്യമായി എഴുതിയത്? അവരുടെ ആ ഒരു തിരച്ചിലിൻ്റെ ആ ഒരു ഭയങ്കരം, അല്ലെങ്കിൽ ആ എത്രത്തോളം അവർ തിരഞ്ഞുകൊണ്ട് നടന്നു എന്നുള്ളത് കാണിക്കാനാണ്. നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ വഴിയറിയാതെ തിരയുന്ന മേഖലകളുണ്ട്. ദീർഘനാളുകളായി ജോലിക്ക് വേണ്ടി തിരയുകയാണ്. ജീവിതത്തിൽ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് തിരച്ചിൽ നടത്തുകയാണ്. ചിലരൊക്കെ പല സ്ഥലങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് തിരയുന്ന ആളുകളുണ്ട്. എവിടെയാണ് സത്യം, എവിടെയാണ് ദൈവം? അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ തിരഞ്ഞു നടന്നവരാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോലും ഞങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, അന്നത്തെ കാലങ്ങളിൽ ഉത്തരം കിട്ടാനായിട്ട്. അപ്പം ഈ യാത്രകളിൽ എല്ലാം പല സമയങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ യാത്രകളെല്ലാം നിർത്തി അവിടെ കൊണ്ട് തീരും. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ഈ തിരച്ചിലിൻ്റെ ഒടുവിൽ ശൗലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭൃത്യനുണ്ടായിരുന്നു. ഈ ഭൃത്യൻ ഒരല്പം ആത്മീക വെളിപ്പാട് പ്രാപിച്ച ഒരാളാണ്. ഈ ഭൃത്യൻ ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ദർശകനുണ്ട്, ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയാൽ പക്ഷേ അവൻ വഴി പറഞ്ഞു തരുമായിരിക്കും. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 6-ാമത്തെ വാക്യത്തിലാണ്. പക്ഷേ അവൻ വഴി പറഞ്ഞു തരുമായിരിക്കും. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ നമുക്ക് വഴി പറഞ്ഞു തരുമായിരിക്കും. അപ്പം ശരിക്കും യഥാർത്ഥമായ ഒരു വഴി എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? ദൈവസന്നിധിയിലാണ്. അന്ന് ശമൂവേലിൽ നിന്ന് വഴി കിട്ടിയെങ്കിൽ ഇന്ന് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നല്ല നമുക്ക് വഴി കിട്ടുന്നത്. അത് ഞാൻ പ്രത്യേകം പറയട്ടെ. ഇന്നത്തെ കാലത്ത് സ്വയം അവരോധിത പ്രവാചകന്മാരായി എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിട്ടൊക്കെ ഒത്തിരി തിളങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ വഞ്ചിക്കപ്പെടരുത്, നമ്മുടെ പണം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളയരുത്. ഇതൊന്നും ആരുടെയും കുത്തക അല്ല. ഓക്കെ, നല്ല പ്രവാചകന്മാരുണ്ട്, ദൈവാലോചനകൾ അറിയിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, എന്നെ അറിയാവുന്ന ആളുകൾക്കറിയാം. പക്ഷേ ദൈവം പറയാത്ത ഒരു കാര്യവും ഞാൻ പറയില്ല. പ്രവചന ശുശ്രൂഷയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. അത് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ഞാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ശുശ്രൂഷകൾക്കായിട്ടൊക്കെ പോകുമ്പോൾ 15-20 പേരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ 2-3 പേരോടൊക്കെയാണ് ചില സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാവരോടും ഒന്നും ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു എന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്കത് വെളിപ്പെടുത്തി തന്നു എന്ന് വരില്ല. പക്ഷേ പല സമയങ്ങളിലും ഇന്ന് കാണുന്ന ഒരു കോമൺ ട്രെൻഡ് എന്ന് പറയുന്നത്, പ്രവാചകന്മാർ പോലും അവർ വന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് പറയാതെ എങ്ങനെ അവരെ വിടുമെന്ന് കരുതി ഹൃദയത്തിൽ നിന്ന് സ്വന്തമായ ആലോചനകൾ പറയുന്നവരായി നല്ല പങ്കാളുകളും മാറിയിരിക്കുകയാണെന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? 10 പേര് ദൂത് പറഞ്ഞാൽ 10 തരത്തിൽ ദൂത് പറയും. ചിലർ വിവാഹ സംബന്ധമായിട്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ 10 പേരോട് ദൈവാലോചന ചോദിച്ചാൽ 10 തരത്തിൽ. ചിലർ ദൈവഹിതമാണെന്ന് പറയും, ചിലർ ദൈവഹിതമല്ലെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഇല്ല, ദൈവമൊന്നും സംസാരിക്കത്തില്ല എന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. എവിടെയാണ് പ്രശ്നം? വ്യക്തികളിൽ ആശ്രയിക്കാതെ നമ്മൾ ദൈവമുമ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഭാവിയെക്കുറിച്ചുമൊക്കെയുള്ള ദൈവോദ്ദേശങ്ങൾ നമ്മൾ വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അതിന് സഹായകമായി, അല്ലെങ്കിൽ ചില ചില സൈഡുകൾ, അല്ലെങ്കിൽ ഈ ബൃഹത്തായ ദൈവപദ്ധതിയുടെ ചില ഭാഗങ്ങൾ ചില ദൈവദാസന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ ദൈവം അറിയിച്ചാലും ഈ വലിയ പദ്ധതിയുടെ ഭാഗമായി തീരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ യാത്ര ദുഷ്കരമായിരിക്കാം, പക്ഷേ ഉറപ്പായും നമ്മൾ ലക്ഷ്യത്തിലെത്തും. അപ്പം ഇവിടെ ഈ പ്രവാചകൻ്റെ അരികിലേക്ക് പോകാനായിട്ട് ഇവർ യാത്ര ചെയ്യുകയാണ്. അപ്പം ആദ്യം ഈ ശൗല് പറയുന്ന ചില വാക്കുകളുണ്ട്. അപ്പന് കഴുതുകളെക്കുറിച്ചുള്ള ദുഃഖം വിട്ടിട്ട് നമ്മളെക്കുറിച്ച് ദുഃഖിക്കും.
അപ്പം ഈ ഭൃത്യൻ പറയുകയാണ്, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട, എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ ഒരു വലിയ കയറ്റം കയറി പ്രവാചകൻ ഉള്ള ആ സ്ഥലം അന്വേഷിച്ച്, ദർശകനുള്ള സ്ഥലം അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ്. ഒരു കയറ്റം കയറി. അപ്പോൾ ഞാൻ പറയട്ടെ, പല സമയങ്ങളിലും ദൈവഹിതത്തിലേക്കുള്ള വഴികളും ലക്ഷ്യത്തിലേക്കുള്ള വഴികളും ബുദ്ധിമുട്ടേറിയതാണെന്ന് തോന്നിയാലും നമുക്കൊരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ വിഷയത്തിൻ്റെ അകത്ത് നമുക്ക് മറുപടി തരുമെന്ന് ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായും ഒരുപാട് വൈതരണികളെ, തടസ്സങ്ങളെ തരണം ചെയ്ത് നമ്മളെ അവിടെ എത്തും. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എളുപ്പമുള്ളതാകണമെന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, കയറ്റങ്ങൾ, മലകൾ പോലെയുള്ള അവസ്ഥകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ കിട്ടാത്ത സമയങ്ങൾ, ദൈവം മിണ്ടാതെയിരിക്കുന്ന സമയങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൻ്റെ അകത്തുണ്ട്. പക്ഷേ ആ സമയത്ത് ഇട്ടിട്ട് തിരിച്ചു പോയാൽ ഒരിക്കലും ദൈവത്തിൻ്റെ പാതയെയും ദൈവഹിതത്തെയും നമുക്കൊരിക്കലും വെളിപ്പെട്ട് കിട്ടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കയറി ചെന്ന് കയറ്റമൊക്കെ കയറി അവിടെ ചെന്നപ്പോൾ ഒരു ബാല്യക്കാരത്തി പറയുകയാണ്, ദേ ദർശകൻ അവിടെയുണ്ട്, ഇപ്പോൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും ഈ ആത്മീക ജീവിതത്തിലെ യാത്രകളിലെ ഏറ്റവും വലിയൊരു അത്ഭുതമെന്ന് പറയുന്നത് നമുക്കൊരു ദൃഢനിശ്ചയവും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു ധൈര്യവും സമർപ്പണവും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രതിസന്ധികളുടെ മുമ്പിലും ദൈവം എന്താ പറയുന്നത്, ചില പിടിവള്ളികളെ തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ശൗല് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. അദ്ദേഹത്തെ വിളിക്കുന്നു, അദ്ദേഹത്തെ ആ വിരുന്നുശാലയിൽ ഇരുത്തുന്നു. ഈ ക്ഷണിക്കപ്പെട്ട മാന്യരായ അതിഥികളുടെ ഇടയിൽ അദ്ദേഹത്തെ ഇരുത്തുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു പോയി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ യഥാർത്ഥമായ ദൈവ പദ്ധതിയിലേക്ക്, ദൈവഹിതത്തിലേക്ക് നമ്മൾ എത്തിയാൽ, നമുക്കെത്താൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടി വലിയ ദൈവിക കരുതലുകളാണ് വെളിപ്പെട്ട് വരുന്നത്. ഈ ഹന്ന എന്ന് പറയുന്ന സ്ത്രീയെ എന്ന ആ ഒരു മാന്യ സ്ത്രീയെ, ഈ ഹന്നയുടെ പ്രാർത്ഥന എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാനതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പെനീന ഹന്നയെ നിന്ദിക്കുന്നു, യഹോവ ഗർഭം അടച്ചു വെച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഈ ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ദൈവം ഹന്നയുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എന്താ? അവിടുന്ന് എനിക്ക് ഒരു പുരുഷ സന്തതിയെ തന്നാൽ ഞാൻ ആ സന്തതി അങ്ങേക്ക് തന്നേക്കാം. ദൈവത്തിന് ആവശ്യം അതായിരുന്നു. ശരിക്കും ഹന്നയ്ക്ക് ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലേ? നിന്ദിക്കുന്ന പെനീനയുടെ മുമ്പിൽ എടുത്തുകൊണ്ട് കാണിക്കാൻ, എന്നെ കുറ്റം പറയുന്ന, ഞാൻ മച്ചിയാണെന്ന് പറയുന്നവരുടെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു, ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു എന്ന് പറയുന്നത് കാണിക്കാനായിട്ട് ഒരു കുഞ്ഞിനെ വേണമായിരുന്നു. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഹന്നയ്ക്ക് വെറും ഒരു കുഞ്ഞിനെ കൊടുക്കുക മാത്രമല്ല, ഇസ്രായേലിനെ ആ ആത്മീക അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പ്രവാചകനെയും ശമൂവേൽ എന്ന് പറയുന്ന ഒരു ന്യായാധിപതിയെയും ദൈവം കണ്ടിരുന്നു. ദൈവത്തിൻ്റെ ഹിതം അതായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻസിനെ നമ്മൾ കണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തൊക്കെ ചില ദൈവപ്രവൃത്തികൾ നടക്കണമെന്നൊക്കെ കരുതിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്ലാന് അതിനെല്ലാം അപ്പുറത്താണ്. അപ്പോൾ കൃത്യമായ പദ്ധതിയിലേക്ക് നമ്മൾ വരാൻ തയ്യാറായാൽ, ഞാൻ പറഞ്ഞല്ലോ, ഹന്നയുടെ, എനിക്ക് തോന്നുന്നു ദീർഘനാളുകളായി ഹന്നയുടെ ഒരൊറ്റ വേർഡിന് വേണ്ടി, ഹന്നയുടെ ഒരു സമർപ്പണത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയായിരുന്നു. എന്തായിരുന്നു? ഒരു കുഞ്ഞിനെ തന്നാൽ ഞാൻ തന്നേക്കാം. ഈ ഒരു തീരുമാനം ഹന്ന എപ്പോൾ പറഞ്ഞോ ഉടൻ തന്നെ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അപ്പം ശരിക്കും നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതത്തിൻ്റെ ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പലയിടത്തും വഴി വെളിപ്പെടാത്തത്. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം മറുപടി ഉണ്ടാകാത്തത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്നാണല്ലോ. സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്നാണല്ലോ.
അപ്പോസ്തല പ്രവൃത്തി 13 നമ്മൾ വരുമ്പോൾ അന്ത്യോക്യ സഭയിലെ ആ ഒരു ഉപവാസം പോലും പരിശുദ്ധാത്മാവിന് അവരെക്കുറിച്ചുള്ള ഹിതത്തിന് വേണ്ടി പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായവർ കാത്തിരിക്കുന്ന ചില കാത്തിരിപ്പാണല്ലോ. പ്രവാചകനായതുകൊണ്ട്, ഉപദേഷ്ടാക്കന്മാരായതുകൊണ്ട് എല്ലാം ഞങ്ങൾക്കറിയാം, എല്ലാം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി, ഇനി ഞങ്ങൾക്ക് കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്കിനി ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒന്നും ആവശ്യമില്ല എന്ന് അവർ ധരിച്ചിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് അവരിലൂടെ ചെയ്തെടുക്കുവാനുള്ള ആ 3 മിഷനറി യാത്രകൾ ക്രൈസ്തവ സുവിശേഷീകരണത്തിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ എന്താ പറയുന്നത്, സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ 3 മിഷനറി യാത്രകൾ, ആ മിഷനറി യാത്രകളുടെ പിറവികളുടെ പിന്നിൽ പോലും ദൈവഹിതത്തിനായി കാത്തിരുന്ന ചിലർ, സാധാരണക്കാരല്ല, അന്നത്തെ കാലത്തെ അസാമാന്യരായ അതിശക്തന്മാരായ സുവിശേഷകന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പം അവർ പോലും കാത്തിരുന്നു, അവർ പോലും ദൈവഹിതം വെളിപ്പെടുവാനായിട്ടിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാം കഴിഞ്ഞു, എല്ലാം തികഞ്ഞു എന്ന് കരുതി നമ്മൾ പല സമയത്തും എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോൾ ഇത് ഒരു സമർപ്പണത്തിലേക്കും ദൈവത്തിന് നമ്മിലൂടെ ഈ നാളുകളിൽ ചെയ്തെടുക്കുവാനായിട്ടുള്ള ചില പ്രത്യേകമായ പ്രവൃത്തികളിലേക്കും എത്തപ്പെടുവാനായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്ക്, ആ ദൈവനിയോഗങ്ങളെ തിരിച്ചറിയുവാനായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ ഈ നാളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്ന് പറയാതെ ആ വഴികൾ കൃത്യമായി വെളിപ്പെട്ട് വരണമെങ്കിൽ നമ്മൾ ദൈവഹിതത്തിൻ്റെ പാതയിലേക്ക് എത്തണം. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ദിവസം അവിടെ താമസിക്കുന്നു, നഷ്ടപ്പെട്ടു പോയ കഴുതകളെ കിട്ടുന്നു, ഇവരുടെ കയ്യിലല്ല, അവിടെ കിട്ടുന്നു. കണ്ടോ, നഷ്ടങ്ങളെല്ലാം ജീവിതത്തിൽ ലാഭമായി മാറുകയാണ്. നഷ്ടങ്ങളെ ദൈവം ഒരു ഭാഗത്ത് നികത്തുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം മൊത്തത്തിൽ പുതിയതാക്കുകയാണ്, മുഴുവനായി പുതുതാക്കിയാണ്. ശമൂവേലിനെ വിട്ടുപിരിയുമ്പോൾ ശൗലിന് മറ്റൊരു ഹൃദയം ദൈവം കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. 2, അവിടെ നിന്ന് യാത്ര ചെയ്തു പോകുമ്പോൾ ചില അടയാളങ്ങൾ തനിക്കുണ്ടാകുകയാണ്. ശരിക്കും ദൈവഹിതത്തിൻ്റെ പിന്നിലുള്ള ചില അടയാളങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് മറ്റെപ്പോഴെങ്കിലും പറയാം. അടുത്തത്, പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്, ഒരു ഗിരിയിങ്കലെത്തുമ്പോൾ ഒരു പ്രവാചക ശിഷ്യന്മാർ വരികയും അല്ലെങ്കിൽ പ്രവാചക ഗണം വരികയും ഇദ്ദേഹം ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് പ്രവചിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആത്മനിറവിൻ്റെ ജീവിതവും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുമുള്ള ക്രിസ്തീയ ജീവിതം മാത്രമേ ജയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മാവിന് നമ്മൾ കീഴ്പ്പെടുക, പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു കാര്യം നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു 40 ദിവസങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ചു എന്ന് കാണാനായിട്ട് പറ്റും. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ നിന്ന് പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന അപ്പോസ്തലനായ പൗലോസ് പോലും 3 ദിവസങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്ന് കാണുമ്പോൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തോടുള്ള സമർപ്പണത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ചില വഴികളുണ്ട്. നമ്മൾ പല സമയത്തും ചിന്തിക്കുന്നത് പ്രവാചകൻ നമുക്ക് വഴി പറഞ്ഞു തരുമെന്നാണ്. വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നല്ല കാര്യമാണ്, ഓക്കെ. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അകത്ത് ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും ദൈവഹിതത്തെ അന്വേഷിക്കുവാനുള്ള മനസ്സിലേക്കും ഒരുക്കത്തിലേക്കും നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതന് വേണ്ടി മറ്റൊരു സ്നേഹിതൻ്റെ ഭവനത്തിൽ അപ്പം അന്വേഷിച്ചു പോയ ഒരു സ്നേഹിതനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം കിട്ടാതെ വരുമ്പോൾ ലജ്ജ കൂടാതെ മുട്ടുക കൊണ്ട് വേണ്ടുവോളം കൊടുക്കും എന്നുള്ളതാണ്. അപ്പം ലജ്ജ കൂടാതെ മുട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. മറുപടി കിട്ടിയില്ലെങ്കിലും, അതെ, പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, അർദ്ധരാത്രിയുടെ അനുഭവങ്ങളാണ് ജീവിതത്തിലെങ്കിലും, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട് വരുന്ന ചില വഴികളുണ്ട്, ദൈവാശ്രയത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന ചില വഴികളുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും അത് വെളിപ്പെട്ട് വരുവാൻ ദൈവസന്നിധിയിൽ അവൈലബിളായി തീരുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും,
ദൈവത്തിന് ഇതങ്ങ് പറഞ്ഞു തന്നാൽ പോരെ എന്നൊക്കെ ദൈവത്തിന് പറഞ്ഞു തരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമ്മുടെ അവൈലബിലിറ്റി, നമ്മൾ ദൈവസന്നിധിയിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കം, അതിനുവേണ്ടിയുള്ള ഒരു താല്പര്യം, നമ്മുടെ മനസ്സുകളെയും ചിന്തകളെയും എല്ലാം ക്രമീകരിച്ചുകൊണ്ട് ശുദ്ധീകരണത്തോടെ ദൈവഹിതം ചെയ്യുവാനായിട്ടുള്ള സന്നദ്ധതയോടെ ദൈവം മുമ്പിലേക്ക് എത്തണമെന്നാണ് ദൈവം ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വഴിയില്ലാത്തവരായി ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു വഴിയല്ല, ധാരാളം വഴികൾ ദൈവം മുമ്പിലുണ്ട്. ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോകുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആ വഴികളെ വെളിപ്പെടുത്തി വഴി നടത്തിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും വഴിയും സത്യവുമായവൻ ആ വഴി പറഞ്ഞു തരുന്ന ദൈവമാണ്. അതെ, നല്ലതിലേക്ക് എത്തിക്കുന്ന ദൈവമാണ്, തകർച്ചകളെ നീക്കുന്ന ദൈവമാണ്, പുതുവഴികളെ പറഞ്ഞു തരുന്ന ദൈവമാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.